വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആരതി. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം എറിക് സെഗാളിന്റെ ലവ് സ്റ്റോറി. സോ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇതൊരു ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ ഒലിവർ ആൻഡ് ജെനി. കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒലിവർ ഹാർവേർഡിൽ ലോ പഠിക്കുമായിരുന്നു. ജെനി ആണെങ്കിൽ റാറ്റ്ക്ലിഫിൽ മ്യൂസിക് പഠിക്കുമായിരുന്നു. രണ്ടുപേരും ലൈബ്രറിയിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അവർ സംസാരിക്കുന്നു. ദേ ഫെൽറ്റ് എ സ്പാർക്ക് ആൻഡ് ദെൻ ദേ ഡിസൈഡഡ് ടു മീറ്റ് അഗൈൻ ആൻഡ് ദെൻ ദേ ഫെൽ ഇൻ ലവ്. ഇതിൽ ഒലിവർ എന്ന് പറയുന്നത് ഈസ് കമ്മിങ് ഫ്രം എ വെൽത്തി ഫാമിലി. വെൽത്തി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ജനറേഷണൽ വെൽത്ത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർവേർഡിലുള്ള ഒരു ഹാൾ is named after his family and it was donated to Harvard by his great grandfather. At the same time, Jenny is coming from a dear family. She used to live with her father before coming to the college. So ഇങ്ങനത്തെ വളരെ സ്റ്റാർക്ക് ഡിഫറൻസസ് ഉള്ള രണ്ട് ആൾക്കാരുടെ ലവ് സ്റ്റോറിയാണ്. സോ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഡ്രാമയും ഈ പുസ്തകത്തിലും ഉണ്ട്. Mind you, this book was written almost 50 years ago. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എഡിഷൻ 50th ആനിവേഴ്സറി എഡിഷനാണ്. സോ വി ക്യാൻ ഇമാജിൻ ഓൺലി ഈ പുസ്തകം എഴുതിയിരുന്ന സമയത്തെ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും സൊസൈറ്റൽ നോംസും എല്ലാം. സോ അതനുസരിച്ചിട്ടുള്ള ഒരു കഥയാണിത്. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഒലിവറിനും ജെനിക്കും പരസ്പരം ഇഷ്ടമാണ്. രണ്ടുപേരും വീട്ടിലറിയിക്കുമ്പോൾ ജെനിയുടെ ഫാമിലിയിൽ കുഴപ്പമില്ല. ജെനിയുടെ അച്ഛൻ വെരി വെൽക്കമിങ് ടുവേർഡ്സ് ഒലിവർ. At the same time, ഒലിവറിന്റെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റാർട്ട് ഹിയർ. ഒലിവർക്ക് പണ്ട് മുതലേ ഒലിവറുടെ ഫാദറുമായിട്ട്, ഒലിവർ ബാരറ്റ് ഹേർഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഹി ഈസ് ദിസ് പവർഫുൾ വെൽത്തി മാൻ, ഹി വുഡന്റ് ഗിവ് മച്ച് ടൈം ടു ഹിസ് ഓൺലി വാർഡ് ഓർ ഹിസ് ഓൺലി സൺ ഡ്യൂറിങ് ദ ചൈൽഡ്ഹുഡ് ഓർ ലൈക്ക് ഡ്യൂറിങ് ദ ഗ്രോയിങ് ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ ഒലിവറിന് ഫാദറിനോട് കുറച്ചൊരു സ്നേഹത്തിനേക്കാൾ പേടി കലർന്നിട്ടുള്ള ബഹുമാനം മാത്രമാണുള്ളത്. പറഞ്ഞാൽ അനുസരിക്കുക അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുക എന്നതിലുപരി ഒരു സ്നേഹബന്ധം ഇവരുടെ ഇടയിൽ ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജെനിയുമായിട്ടുള്ള ഇഷ്ടം വീട്ടിൽ അറിയിക്കുമ്പം ഒലിവറുടെ ഫാമിലിയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസപ്രൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒലിവർ വാസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് ജെനി. ഹി കുഡ് നോട്ട് ലിസൺ ടു ദിസ് തിങ് ഫ്രം ഹിസ് ഫാദർ. ഒലിവറിന് അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. So he moved ahead with the relationship with Jenny and soon after they decided to get married. So it's all lovey-dovey in the love paradise. They get married. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു അവരുടെ ലൈഫിൽ. They continue with their studies. ഒലിവർ ലോയർ ആകുന്നു, ഒരു ഫേമിൽ വർക്ക് ചെയ്യാൻ കയറുന്നു. അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രാജിക് ഇവന്റ് സംഭവിക്കുകയാണ്. ആൻഡ് ദിസ് ട്രാജിക് ഇവന്റ് നമ്മുടെ പ്രോട്ടഗണിസ്റ്റിന്റെ ലൈഫിനെ മാറ്റിമറിയിക്കുകയാണ് ഇൻ എവറി സെൻസ്. ഒലിവറിന് പഴയ ദേഷ്യവും വിദ്വേഷവും ഒക്കെ മറക്കേണ്ടി വരികയാണ്. ഒലിവർ ഇസ് ഫിൽഡ് വിത്ത് ഗ്രീഫ്, അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾനെസ്, ലവ്, ഒരുപാട് ഡീപ്പ് ഇമോഷൻസ് ഒരേ സമയം ഒലിവറിന് അനുഭവിക്കേണ്ടിയായിട്ട് വരികയാണ്. ആൻഡ് ദ സ്റ്റോറി എൻഡ്സ് അറ്റ് എ ട്രാജിക് ഫേസ്. സോ ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം എനിക്ക് ഇറ്റ് വാസ് നോട്ട് എ ഹാപ്പി റീഡിങ് എക്സ്പീരിയൻസ് ബിക്കോസ് ഓഫ് ദ സ്റ്റോറി. ദ സ്റ്റോറി എൻഡ്സ് അറ്റ് എ ട്രാജിക് നോട്ട്, ഞാൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് കുറച്ചൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു വായിച്ചപ്പം. അത് മാത്രമല്ല, ബിക്കോസ് ദ സ്റ്റോറി ഈസ് എ വെരി ക്ലീഷേഡ് സ്റ്റോറി. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കാലത്ത് വായിക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഒരു ക്ലീഷേ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു. നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം. ഇദ്ദേഹം ഇത്രയും വെൽത്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു എന്തൊക്കെ ഡ്രാമ അവരുടെ ലവ് സ്റ്റോറിയിൽ ഉണ്ടാകും എന്നൊക്കെയുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ആ ഒരു ബ്രേക്കിംഗ് പോയിന്റിലൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പര്യവസാനിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവുമല്ലോ. ഇറ്റ് ഈസ് എ ബുക്ക്. ദ ബുക്ക് ഈസ് എൻഡിങ് ഹിയർ. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി സീക്വൽ or it doesn't have any upcoming thing. There is no epilogue. അതൊക്കെ നമുക്കറിയാം. സോ ഇറ്റ് ഹാഡ് ടു എൻഡ് അറ്റ് സം ഗുഡ് പോയിന്റ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ ഇറ്റ് എൻഡഡ് ട്രാജിക്കലി. സോ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു ലൈക്ക് ദാറ്റ്. പക്ഷെ അഗെയിൻ ഇറ്റ്സ് എ സെലിബ്രേറ്റഡ് ബുക്ക്. ഐ എം ഹാപ്പി ടു ഹാവ് റെഡ് ദിസ് ബുക്ക്. വളരെ ചെറിയൊരു പുസ്തകമാണ്.
ഫോണ്ടൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ സിറ്റിങ്ങിൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂറിലൊക്കെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഒരു ജേർണിയിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. പിന്നെ എറിക് സൈഗാളിന്റെ ലവ് സ്റ്റോറിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് വായിക്കണം എന്നുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ഷോർട്ട് അബൌട്ട് ദിസ് ബുക്ക് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ഗുഡ്. ഭയങ്കര ഹാർട്ട് വാർമിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണെന്നൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ ഇറ്റ്സ് ലവ്ലി റീഡ്. ഇഫ് യു ആർ എ ബിഗിനർ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് ബുക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറിയിൽ ഒരു പുതുമ തോന്നിയില്ല എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം ഇതായിരിക്കും, സ്റ്റോറീസ് ആർ ഓൾവേസ് ഏജ്ലെസ്. നമുക്ക് വളരെ കുറച്ച് ട്രോപ്സേ ഉള്ളൂ ആക്ച്വലി. ലവ് ആണെങ്കിലും ഇനി ഹൊറർ ആണെങ്കിലും ത്രില്ലർ ആണെങ്കിലും നമുക്ക് വളരെ കുറച്ച് തരത്തിലെ കഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ മാറുന്നു, സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറുന്നു, നിങ്ങൾ എവിടെയാണ് ഈ കഥയെ പ്ലേസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഒരു കഥയെ പുതിയതാക്കുന്നതും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും. സോ ഈ കഥയെ എനിക്ക് കുറ്റം പറയാനില്ല. ദിസ് ഇസ് എ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ഫോർമുല ഫോർ എ ലവ് സ്റ്റോറി ആൻഡ് ഇറ്റ് ഓൾവേസ് വർക്ക്സ്. കാരണം ഇത് റീഡറിന്റെ ഇമോഷനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. സോ എനിവേസ് ദിസ് ഹാഡ് ടു ബി എ ഹിറ്റ് ആൻഡ് യെസ് ദിസ് ബുക്ക് വാസ് എ ഹിറ്റ്. ബട്ട് വാസ് ഇറ്റ് എ ഹിറ്റ് ഫോർ മീ? I wouldn't say so. So that's all about it today. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.